എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് നിഫ്റ്റി വന്നിട്ട് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ഒരു പ്രാവശ്യം പോലും കവറിങ് തന്നില്ല. നിഫ്റ്റി കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡിലോട്ട് പോകുമായിരുന്നു. ഒരു ചാൻസ് പോലും തന്നില്ല. CPR പോലും ടച്ച് ചെയ്യാൻ വന്നിട്ടില്ല. അതിനുശേഷം ഇതിനകത്ത് 20 MA വെച്ചിട്ടാണ് ഇതിൻ്റെ ഇവിടെ ഒരു എൻട്രി നമുക്ക് ചാൻസ് കാണുന്നുണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒരു ചാൻസ് നിഫ്റ്റിയിൽ എൻട്രി എടുക്കുന്നവർക്ക് എടുക്കാനുണ്ടാവും. ഇതിൽ CPRൻ്റെ ഡൗണിലായതുകൊണ്ട് CPRൻ്റെ മുകളിലത്തെ ഇത് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വേണ്ടിയവർക്ക് എൻട്രി എടുക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ബാങ്ക് നിഫ്റ്റി പക്ഷേ ഇച്ചിരി സ്ട്രോങ്നെസ് കാണിച്ചിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഡൗൺ ഓപ്പണിംഗ് വന്നു, പെട്ടെന്ന് തന്നെ കവറിങ് വന്നു. R1 വന്നിട്ട് തിരിച്ച് CPRൻ്റെ ലോ ലെവലിൽ പോയി. ഇവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ നോക്കി ചെയ്യാൻ പറ്റും. അതുപോലെ തിരിച്ച് വീണ്ടും കയറി വന്ന് R1 വന്ന് തിരിച്ചിറങ്ങി വീണ്ടും പോയി പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് തിരിച്ച് വീണ്ടും നേരെ ഇറങ്ങി. ഹെവി വോളറ്റിലിറ്റിയാണ് മാർക്കറ്റിൽ. ഷെയറിനകത്താണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നല്ല ഹെവി വോളറ്റിലിറ്റിയാണ്. അപ്പം ഇനിയും റിസൾട്ട് വരാൻ ചൊവ്വാഴ്ചയല്ലേ റിസൾട്ട് വരുന്ന ഇലക്ഷൻ റിസൾട്ട്. അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നാളെ നല്ല ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ. മറ്റന്നാൾ സാറ്റർഡേ വന്നിട്ട് എക്സിറ്റ് പോൾ വരും. അപ്പോൾ എക്സിറ്റ് പോൾ വരുന്നതിനനുസരിച്ചിരിക്കും നല്ലൊരു ഹെവി അപ്പ് മൂവ്മെൻറ്റോ ഡൗൺ ഇതായിട്ടോ. തിങ്കളാഴ്ച ഓപ്പണിങ്ങിൽ തന്നെ ഹെവി മൂവ്മെൻറ്റ് കാണിക്കും. ഇനിയുള്ള 2-3 ദിവസം ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇൻട്രാഡേ ചെയ്യാൻ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ കഴിവതും ട്രേഡ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലാത്ത ആൾക്കാർ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, നല്ല കോൺഫിഡൻസ് ഉള്ളവർ ചെയ്യുക. എന്തായാലും നമ്മൾ തരുന്ന ഷെയർസിനകത്ത് എന്തായാലും നമുക്ക് ചാൻസ് കിട്ടും. ഇന്ന് മാർക്കറ്റ് ഇത്രയും ഡൗൺ ആയിട്ട് പോലും ഞാൻ തന്നിരുന്ന ഷെയറുകൾ 15 ഷെയറാണ്. ഇതിൽ ഏകദേശം 10 കൂടുതൽ ഷെയറിനകത്ത് നല്ല ചാൻസ്, സെല്ലിങ് ചാൻസ് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ക്ലോസിങ് ടൈമിൽ കാണിക്കാം. അപ്പോൾ നമുക്ക് നാളെ തന്നെ എടുത്ത് വെച്ചേക്കുന്ന ഷെയറുകൾ ജസ്റ്റ് നോക്കാം. നാളെ ഞാൻ 13 ഷെയർ എടുത്തിട്ടുള്ളൂ. ഇവിടെ നോക്കിക്കേ, നിഫ്റ്റി -95.95, അതായത് 1% അടുത്ത് ഡൗൺ ആണ്. പക്ഷേ ബാങ്ക് നിഫ്റ്റി ഏകദേശം 0.5% പ്ലസ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നാൽ അടുത്ത ദിവസം വൺ സൈഡ് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഹെവി മൂവ്മെൻറ്റ് കാണാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ളത് ഈ കൊറമാൻഡൽ എന്ന് പറയുന്ന ഷെയർ ലാസ്റ്റ് ടൈമിലാണ് അതിനകത്ത് മൂവ്മെൻറ്റ് വന്നത്. അതിൻ്റെ ചാർട്ടിൽ കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഓപ്പണിങ്ങിൽ കണ്ടിന്യൂസ് പിന്നെ പതുക്കെ കയറി ലാസ്റ്റ് ടൈമിൽ നല്ല രീതി വലിഞ്ഞ് കയറി. അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇതുണ്ട്. ഇവിടെ പബ്ലിക് സെല്ലിങ് ചെയ്ത് ഇത് ഷോർട്ട് കവറിങ് കയറി വന്നതാകാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും നാളെ ഈ ഷെയർ നാളത്തെ നമുക്ക് ഈ ലെവലിലുണ്ട്. 1310 ഹൈ. അത് ഓൾ ടൈം ഹൈ ആണ്. ചിലപ്പോൾ ഈ R1 റേഞ്ചിലോട്ടൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരു 1320-22 വന്നിട്ട് ഈ 1317 കട്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ ഇറങ്ങിപ്പോവും. അതായത് അതിനുശേഷം ഈ 310 കട്ട് ചെയ്താൽ ചിലപ്പം 10-50 രൂപയോളം ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പക്ഷേങ്കിൽ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കണം ഉറപ്പായിട്ടും. ആ സമയത്ത് നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്തുള്ള ഹൈയുടെ മുകളിൽ കൊണ്ടുപോയി സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കണം. അതുപോലെ HG ഇൻഫ്രാ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൻ്റെ ഹൈയും R1 തമ്മിൽ നോക്കി അടുത്താണ്. അപ്പം നാളെ ഒരു മാർക്കറ്റ് ഇച്ചിരി പ്ലസ്സിൽ ഓപ്പൺ ചെയ്താൽ ഇത് ഓപ്പണിങ്ങിൽ ഇതുപോലെ കയറി വന്നു കഴിഞ്ഞാൽ ഈ 2 ലെവലും കയറിയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് താഴോട്ട് തരും. അതല്ല ഈ ഷെയർ നാളെ ഒരു 1520 റേഞ്ചിലൊക്കെ പോയിട്ട് ഒരു 10 രൂപ മുകളിൽ ഓപ്പണിങ്ങിൽ പോയിട്ട് തിരിച്ച് ഈ ആവറേജ് ട്രേഡ് പ്രൈസിന് താഴോട്ട് ഇറങ്ങിയാൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ഈ ITIയും ശ്രദ്ധിക്കുക. ITIയും R1 റേഞ്ചിൽ നിന്ന് പ്രീവിയസ് ഡേ ഹൈ റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കുക ഇതിനകത്ത്. അതുപോലെ ഈ ട്രൈജി എന്ന് പറയുന്ന ഷെയറിനകത്തും നല്ല ചാൻസാണ്. R1 ഹൈ, ഇത് അങ്ങനെ പറയാൻ കാരണം ഈ R1 പിന്നെ ഹൈയും തമ്മിൽ ഏകദേശം അടുത്തടുത്താണ് ഈ പറഞ്ഞ ഷെയറിൻ്റെ എല്ലാം. നിങ്ങൾ നോക്കിയാൽ മതി, കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ ഹൈ 1556-59, ഇതിൻ്റെ 312-313,
പിന്നെ ഐ ടി അല്ല, ഇത് ട്രൈജി എന്ന് പറയുന്നത് 122-40, 121-32. ഇങ്ങനെയുള്ള സമയത്ത് ഇതിനകത്ത് നല്ല ചാൻസ് നമുക്ക് കിട്ടും. വൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ട്രൈ ടർബൈൻ വന്നിട്ട് നാളെ ഓപ്പണിങ്ങിൽ ചിലപ്പോൾ 600 മുകളിൽ പോയിട്ട് ഈ 630-600 എനിക്ക് തോന്നുന്നു ഈ ലെവലിൽ വരാൻ ചാൻസ് കൂടുതലാണ്. നാളെ 6-1 മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ PNB പഞ്ചാബ് കെമിക്കൽ നാളെ ചെയ്യണ്ട, ഞാനതങ്ങ് ഡിലീറ്റ് ചെയ്യാൻ. ഇത് വോളിയമില്ല, ഞാനിപ്പോഴത് ശ്രദ്ധിച്ചത്. ഇതുകൊണ്ടല്ലേ വോളിയമില്ല, അപ്പോൾ അത് നോക്കണ്ട. അടുത്തത് ഈ സുപ്രജിത്ത് എന്ന് പറയുന്ന ഷെയർ 457, ഇത് കണ്ടില്ലേ 457, R1 ഹൈ, R1 വന്നിട്ട് അതും 457. അപ്പോൾ ഈ റേഞ്ച് കിട്ടിയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസാണ്. ഞാനെപ്പോഴും നമ്മുടെ ഇതിനകത്ത് പറയാറുണ്ട്, ഇതുപോലെ ഈ R1 ഹൈ ഒരേ ഏകദേശം അടുത്താണെങ്കിൽ ഈ 2 ലെവലും മുകളിൽ പോയിട്ട് തിരിച്ച് ഈ 2 ലെവലിനെയും കട്ട് ചെയ്തായിട്ട് ഇറങ്ങണം, നല്ലൊരു ചാൻസ് കിട്ടും. ക്ലോസിങ് ടൈം ചെയ്യരുത്, ക്ലോസിങ് ടൈം ചെറിയ പ്രോഫിറ്റിൽ വെളി വരണം. ഓപ്പണിങ്ങിലൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിയുമ്പോൾ ഈ റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസാണ് അതിനകത്ത്. അതുപോലെ KNR കൺസ്ട്രക്ഷന്, അതും സെയിം അതുപോലെ തന്നെ. ഹെറിറ്റേജ് ഫുഡ് ഇതിനകത്തെല്ലാം ഈ R1 റേഞ്ചിൽ നിന്ന് തിരിയുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. R1 റേഞ്ചും ഹൈയുടെയും താഴെ വന്നു കഴിഞ്ഞാൽ നല്ല ചാൻസാണ്. ഈ RHIM റിസൾട്ട് വലിയ കുഴപ്പമില്ലാത്തതാണ്, എന്നാലും എനിക്ക് തോന്നുന്നു നാളെ ഈ ഹൈ വന്നതിന് ശേഷം ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. ശ്രദ്ധിച്ച് നമ്മൾ നോക്കി ചെയ്യുക. ഐസ്മേക്ക് എന്ന് പറഞ്ഞ ഈ ഷെയർ ഹെവി മൂവ്മെൻറ്റാണ്, അപ്പോൾ സൂക്ഷിച്ചേ ചെയ്യാവൂ. R1 ഹൈയും ഇതിൻ്റെയും ഏകദേശം ഇന്നെടുത്തേക്കുന്ന ഷെയറിൻ്റെ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും R1 ഹൈയും അടുത്തടുത്താണ്. പിന്നെ ഈ എക്സികോം ശ്രദ്ധിക്കുക, നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് 322 ഹൈ അല്ലേ, 322 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഇതിൻ്റെ വന്നിട്ട് ക്വാണ്ടിറ്റി ട്രേഡ് എടുക്കാൻ പറ്റും. ഇതിനകത്ത് നല്ല വോളിയുള്ള ഷെയറാണ്, 1,56,00,000 വോളിയുണ്ട്. അതുപോലെ ഇമാമി ലിമിറ്റഡിനകത്തും ഒന്നുകിൽ ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഈ ഹൈയുടെ താഴെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. അതല്ല എങ്കിൽ ഈ R1 മുകളിൽ R1 ഹെവി മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉള്ള ഷെയറാണ് ഈ ഇമാമിയൊക്കെ. എക്സിക്കോമിനകത്ത് നാളെ ഹെവി മൂവ്മെൻറ്റ് വരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇമാമിക്ക് അത് വീണ്ടും വരാൻ ചാൻസ് കൂടുതൽ, അത് ശ്രദ്ധിച്ചേ ചെയ്യാവൂ. 645 മുകളിൽ പോയിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 651-52 പോയിട്ട് 645 താഴോട്ട് പോയാൽ നമുക്കൊരു 7 രൂപയുടെ റിസ്കിൽ നമുക്കൊരു 10-20 രൂപയുടെ പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റും. എക്സിക്കോമിനകത്താണെങ്കിൽ 619 മുകളിൽ പോയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അത്രയും പെട്ടെന്ന് വെയിറ്റ് ചെയ്യരുത്. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കൊരു 5-10 രൂപ കിട്ടും. അന്നേരം വെളി വരണം ആ ഷെയറിൽ നിന്ന്. എക്സിക്കോം ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. R1 വന്ന് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഈ 2 റേഞ്ചിൽ നമുക്ക് ചാൻസ് എടുക്കാം. ഇമാമിയുടെയൊക്കെ റിസൾട്ട് നല്ലതാണെങ്കിലും അത് ഓൾ ടൈം ഹൈ ആണ്. അതിന് ഇന്ന് ആൾക്കാർക്ക് പിടികൊടുക്കാതെ പോയെങ്കിലും നാളെ അത് ഇച്ചിരി ശാന്തമായിട്ട് ഇന്നായിരിക്കേണ്ടത്. അതുകൊണ്ട് ആ ഒരു അവസരം നമ്മൾ മുതലാക്കാൻ പറ്റും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഷെയറുകളേ ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഷെയർ എക്സിക്കോം, ഇമാമി, ഈ ട്രൈ ടർബൈന്, ഈ കൊറമാൻഡിലെ ITI, ഇത്രയും ഷെയറുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ കുറച്ച് ഷെയർ വാച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത്രയും ഷെയർ ഇട്ട് നോക്കി വാച്ച് ചെയ്യാൻ അതിനകത്ത് നല്ല ചാൻസ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നാളത്തേനുള്ള ഷെയർ. ഇന്ന് നമുക്ക് ചാൻസ് വന്നു. ഇത് കണ്ടില്ലേ, 15 ഷെയറിൽ നമുക്ക് ഇഷ്ടം പോലെ ഏകദേശം 10 ഷെയറോളം നമുക്ക് ചാൻസ് വന്നു. മസ്ഡോക്ക്, ബാൽ ഫാർമ, ക്യാമ്പസ്, EIDPR, തിത്താഗ്ര, BDL, സെൻകോ, ഐസ്മേക്ക് എന്ന് പറയുന്ന ഷെയർ, ആരോ ഗ്രീനെ ഒക്കെ നല്ല സൂപ്പർ ചാൻസുകൾ. അതൊന്നും ഇല്ല. കുറച്ച് ഞാനൊരു 4-5 ഷെയർ ഞാൻ കാണിക്കാം. ബാൽ ഫാർമ, ആണെങ്കിൽ ഓപ്പണിങ്ങിൽ തന്നെ R1 മുകളിലാണ് ഓപ്പണായ. R2 കയറി പോയി ഇറങ്ങി. നമ്മളിവിടെ ഒരു എൻട്രി എടുത്താൽ മതി. 128, 128.70, 128.27 രൂപയൊക്കെ എടുക്കുന്നത്. നമുക്ക് 6 റേഞ്ച് എടുത്താൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് 121 ലാസ്റ്റിലോട്ടത്
119 ചെറിയ ഷെയർ അല്ലേ, അപ്പം 5% പ്രോഫിറ്റ് നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്, നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ ക്യാമ്പസ് എന്ന് പറയുന്ന ഷെയർ, ക്യാമ്പസ് കഴിഞ്ഞ ദിവസം നല്ല ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം മൂവ്മെൻ്റ് കണ്ടില്ലേ, അപ്പർ സർക്യൂട്ടിന് അടുത്ത് വരെ പോയത്. പക്ഷേ ഇന്ന് നല്ല റിസൾട്ടാണ് കൊടുത്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഈ റേഞ്ച് വന്ന പ്രീവിയസ് ഡേ ഹൈ ഒക്കെ പോയിട്ട് ഇറങ്ങിയാൽ നമുക്ക് ചാൻസ് എടുക്കാം. കണ്ടില്ലേ, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. ഇവിടുന്ന് 299 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ 285 14 രൂപ, ലാസ്റ്റ് ആയപ്പോഴത്തേനത് 280 19 രൂപയ്ക്ക് അടുത്ത് വന്നു. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ ശ്രദ്ധിക്കണം. ചില ഷെയറുകൾ നമ്മൾ എടുത്ത് പറയുമ്പോൾ ആ ഷെയർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ഇന്നത്തെയുടെ മൂവ്മെൻറ്റ് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് നോക്കിയാൽ അറിയാം, ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻറ്റ് നടന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ സൈഡ് വേസ് മൂവ്മെൻറ്റ് നടന്ന് ലാസ്റ്റിലാണ് കയറിപ്പോയത്. അതുപോലെ അതേപോലെ തിരിച്ച് പിറ്റേ ദിവസം ഇറങ്ങുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള മൂവ്മെൻറ്റുള്ള ഷെയറുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. അതുപോലെ ഈ ADP അരി എന്ന് പറയുന്ന ഷെയർ ഇന്നലത്തെ മൂവ്മെൻറ്റ് വൺ സൈഡ് മൂവ്മെൻറ്റ് ആപ്പില്ല. പക്ഷേ ഇന്നെന്തോ അത് ഇന്നലത്തെ ആ മൂവ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ സാധാരണ ആൾക്കാർ പറയും നമ്മളൊരു കുന്നിൻ്റെ മുകളിലോട്ട് ഓടിക്കയറിയാൽ നമ്മളൊന്ന് ഇരിക്കും എവിടെയെങ്കിലും, ഒന്ന് ശാന്തമായിട്ടൊന്ന് ഇരിക്കും. ആ ഇരിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ആ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഓപ്പർച്യൂണിറ്റി എടുക്കണം. ഇത് കണ്ടില്ലേ, പിറ്റേ ദിവസം മൂവ്മെൻ്റ് ഇല്ല, ആൾക്കാർ ഓപ്പറേറ്റർമാരില്ല, അതിപ്പോൾ സാധാരണക്കാർ സെല്ല് ചെയ്ത് വിടുവാണ്. അത് പക്ഷേ അധികം സെല്ലിങ് നടക്കുന്നുമില്ല, എന്നാലും നമുക്ക് നല്ല ചാൻസ് വരുന്നുണ്ട്. നമ്മൾ ഇൻട്രാഡേ ചെയ്യും 693 റേഞ്ചിൽ എടുത്താൽ നമുക്ക് 674 20 രൂപയ്ക്ക് അടുത്തൊക്കെ പ്രോഫിറ്റ് കിട്ടും. അത്രയും പോരെ ചെറിയ ഷെയറല്ല, ഒരു 4% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. നല്ല പ്രോഫിറ്റാണ് ഇൻട്രാഡേയിൽ. അതുപോലെ തിത്താഗ്ര എന്ന് പറയുന്ന ഷെയർ, തിത്താഗ്രയും കണ്ടില്ല, ഓപ്പണിങ്ങിൽ ഇച്ചിരി ഡൗൺ ഓപ്പണിംഗ് ഒന്ന് നേരെ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ഇറങ്ങി 1412 1411 10 ആ റേഞ്ചിലൊക്കെ എടുത്താൽ നമുക്ക് 1353 ഏകദേശം എത്രയാണ് 60 രൂപയ്ക്ക് 57-60 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. സൂപ്പർ പ്രോഫിറ്റ്. അതുപോലെ BDL ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി നേരെ പോയി R1 അടിച്ചിട്ട് ഇറങ്ങി. ചെറിയ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ ഇതിന്. ഇവിടെ നമ്മൾ എൻട്രി എടുത്താൽ 1592 എടുത്താലൊരു അരമണിക്കൂർ ഉണ്ടായിരുന്നു 1525 ഏകദേശം 65 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. ഇനി അടുത്തത് ഐസ്മേക്ക് എന്ന് പറയുന്നത്. ഐസ്മേക്കിനകത്ത് പക്ഷേ 2-3 ചാൻസ് തന്നു. ഐസ്മേക്കിനകത്ത് ഇത് കണ്ടില്ലേ, ഇവിടെ ഹൈ അടിച്ച് ഇറങ്ങി നമ്മളിവിടെ ഒരു എൻട്രി എടുത്താൽ 716 എൻട്രി എടുത്താൽ നമുക്ക് 703, അതായത് 13 രൂപ പ്രോഫിറ്റ് വരുന്നുണ്ട്. പക്ഷേ പിന്നെ തിരിച്ച് പെട്ടെന്ന് വലിഞ്ഞ് മുകളിൽ കയറി ഹൈ അടിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും. ഹൈ അടിക്കുമ്പോൾ നമ്മൾ എന്തിനു വെയിറ്റ് ചെയ്യണം, അടുത്ത ലെവലിൽ പോകുമ്പോൾ ഒന്ന് നോക്കണം. ഈ ലെവലിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഇവിടെ എൻട്രി എടുക്കുക. അതല്ല എങ്കിൽ തിരിച്ച് വീണ്ടും പഴയ ലെവലിൽ തന്നെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് വീണ്ടും എൻട്രി എടുക്കാം. 715-16 എൻട്രി എടുത്തു. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇച്ചിരി ഹൈ ആണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മുടെ റിസ്കിനനുസരിച്ച് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ വീണ്ടും 716 എടുക്കും. നോക്കിയേ 693 685 വരെ നല്ല ഹെവി പ്രോഫിറ്റ് തരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അവിടെ പോകുന്നുണ്ട്, R2 പോയിട്ട് വീണ്ടും ഇറങ്ങുന്നുണ്ട്. ഇവിടെ വീണ്ടും നമുക്ക് പൈസ കിട്ടുന്നത് 715 എടുത്താൽ 700 വരെ 15 രൂപ വീണ്ടും തരുന്നത്. വീണ്ടും മുകളിൽ പോകുന്നുണ്ട്. അവിടെ വീണ്ടും 716 എടുത്താൽ വീണ്ടും നമുക്ക് 705 10 രൂപ നല്ല പ്രോഫിറ്റ്. എത്ര പ്രാവശ്യം നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ നമ്മൾ നോക്കിയിരിക്കണം, ലെവൽ നോക്കിയിരിക്കണം, അത്രയേ ഉള്ളൂ. അതിനുശേഷം ആരോഗ്രീൻ എന്ന് പറയുന്ന ഷെയർ മതിയായിരിക്കുമല്ലോ, ഈ ഒരു ഷെയറിൽ കാണിക്കാം. ആരോഗ്രീന് ഇത് കണ്ടില്ലേ, വൺ സൈഡ് പോയി ഇവിടെ ഇറങ്ങുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 690 എൻട്രി എടുത്താലും നമുക്ക് ഇവിടെ ഒരു 5 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വരുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ തിരിച്ച് കയറി നമ്മൾ. പക്ഷേങ്കിൽ ഇവിടെ ഒരു എൻട്രി 610 എൻട്രി എടുത്താലും നമ്മൾ 615 ഒരു സ്റ്റോപ്പ് ലോസ് ഇടും. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റോപ്പ് ലോസ് പോയി കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത്, അടുത്ത ലെവലിൽ പോകുന്നതെന്ന് നോക്കുക. ഇത് അടുത്ത ലെവലിന് അടുത്ത് വരെ പോയി. പക്ഷേങ്കിൽ നമ്മൾ ലെവൽ കട്ട് ചെയ്ത് ഇറങ്ങുമ്പോഴാണ് എടുക്കുന്നത്. ഇപ്പം എനിക്കാണെങ്കിൽ കുഴപ്പമില്ല, എനിക്കിത് വീക്ക്നെസ് കാണുമ്പോൾ മനസ്സിലാകും. ചിലപ്പം ഇങ്ങനെ കണ്ടെങ്കിൽ നോർമൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈ ലെവൽ കട്ട് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ മാത്രമേ ചെയ്യാം. അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങുമ്പോൾ ഈ ലെവൽ കട്ട് ചെയ്യുമ്പോൾ എടുക്കണം. തിരിച്ച് വീണ്ടും ഈ ലെവൽ ഒന്ന് കട്ട് ചെയ്തു. നമുക്കിവിടെ ഒരു 3 രൂപ ലോസ് പോയെന്ന് വെച്ചോ, നമ്മളിവിടെ ഒരു എൻട്രി എടുത്തു. നമുക്ക് നോക്കിയാൽ ഒരു 10-20 മിനിറ്റിനുള്ളിൽ എത്ര രൂപ കിട്ടി,
നമ്മൾ എൻട്രി എടുക്കുന്ന 609, ഇവിടെ എത്രയായി 587, അതായത് ഈ ഏകദേശം 22 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. ഈ ഇവിടെ ഒരു 3 രൂപയുടെ ലോസ് ഇവിടെ നമുക്ക് എത്ര അറ്റ്ലീസ്റ്റ് ഒരു 10 രൂപയെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കവർ ചെയ്യാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് പ്രോഫിറ്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാമല്ലോ, 5-10 മിനിറ്റിനുള്ളിൽ തന്നെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ഈസിയായിട്ട് കവർ ചെയ്യാൻ പറ്റും. അപ്പം ഇതുപോലെ 10 ഷെയറിൽ കൂടെ നമുക്ക് ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാ ദിവസവും തരാറുണ്ട്. നല്ല രീതിയിൽ നോക്കിയെടുക്കുന്നവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കും. നമ്മുടെ റിസ്ക് റിവാർഡ് വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ വെക്കണം. ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന പരിപാടി ഇതിനകത്തില്ല. ഇറക്കി വെക്കുക അല്ലെങ്കിൽ മുകളിലോട്ട് കയറ്റി വെക്കുക, അങ്ങനത്തെ പരിപാടിയില്ല. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അന്നത്തെ ദിവസത്തിൻ്റെ ഹൈയുടെ മുകളിലാണ്. ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ ഹെവി ലോസ് വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അനുസരിച്ച് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക, നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.